നമ്മുടെ ആര്യന്റെ നിലപാടുകളെ കുറിച്ചിട്ട് വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. നിലപാട് 1, 2, 3, 4 കഷ്ടപ്പെട്ട് എണ്ണി നിലപാട് പറയുന്നതായിരുന്നു. അതായത് നിലപാട് 1 എന്ന് പറഞ്ഞ് കാണിച്ചത് 1000 പോയിന്റ്സിൽ മുട്ട അടിക്കണോ ഞാൻ എന്നാണ് ആര്യന്റെ ആദ്യത്തെ നിലപാട് 1. അത് എഴുതി കാണിച്ചത് നിലപാട് 1. പിന്നെ റിലീജിയസ് ഇഷ്യൂ ഉണ്ട്, അച്ഛൻ മരിച്ചാൽ അങ്ങനെ മരിച്ചാലേ ഉള്ളൂ മുട്ട അടിക്കത്തുള്ളൂ എന്നിങ്ങനെ, അതായത് ഞാൻ അടിക്കത്തില്ല എന്നിങ്ങനെ പറഞ്ഞ് നിലപാട് 2. അതേപോലെ അവളും മുട്ട അടിക്കില്ല, ഞാനും മുട്ട അടിക്കത്തില്ല, അങ്ങനെ ഒരു നിലപാട്. അങ്ങനെ മൂന്നാമത്തെ നിലപാട്, അതായത് ഗിസേലിനെ കൊണ്ട് മുട്ട അടിപ്പിക്കില്ല, ഞാനും മുട്ട അടിക്കാം, വേണമെങ്കിൽ അനീഷ് മുട്ട അടിക്കട്ടെ, അതാണ് നിലപാട് 3. പിന്നെ അതുപോലെ മിഡ് വീക്ക് എവിക്ഷനിൽ പോയാൽ പോട്ടെ, ബട്ട് ആരും എന്നെ എവിക്ഷനിൽ ഇടരുത്. അതായത് ഇത് മുട്ട അടിച്ചു കഴിഞ്ഞാൽ ആരും എന്നെ എവിക്ഷനിൽ തൊട്ട് ഇടരുത് എന്നിങ്ങനെ പറഞ്ഞു. എല്ലാവരോടും വീട്ടുകാരോട് പറയുന്നുണ്ടല്ലോ, അതായിരുന്നു നിലപാട് 4. ഇനി അടുത്ത 5ാമത്തെ നിലപാട് തന്നെ ക്യാരക്ടറിന് വേണ്ടി മുട്ട ഞാൻ അടിക്കില്ലെന്ന്. അതായത് അപ്പാൻ ചോദിക്കുന്നുണ്ട്, നീ ഒരു ക്യാരക്ടർ കിട്ടി കഴിഞ്ഞാൽ നീ മുട്ട അടിക്കില്ല, സിനിമയിൽ പോകാനല്ലേ ആഗ്രഹം. അത് നിലപാട് 5. ഇനി 6ാമത്തെ നിലപാട് എന്തോന്ന് വെച്ചാൽ സിനിമയ്ക്ക് വേണ്ടി ഞാൻ എന്തറ്റവും പോകും, ഞാൻ മുട്ട വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടിക്കും. നിലപാട് 6. അത് ഗാർഡൻ ഏരിയയിൽ ഇത് കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടോ നമ്മുടെ അപ്പാനിയുടെ അടുത്ത് പറയുന്നത്. പിന്നെ കാണിക്കുന്നത് നിലപാട് 7. 10,000 പോയിന്റ് ആണെങ്കിൽ മുട്ട അടിക്കുന്നത്. അത് അനുവിനോട് ആ കിച്ചണിൽ ഇരുന്നാ പറയുന്നത്. അപ്പോഴും അച്ഛനും ഇല്ല,